ഹായ് ഗായ്സ്, അപ്പോ ബിഗ് ബോസ് ടോക്കാണ്, ലൈവ് അപ്ഡേഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് 7 ഇപ്പോൾ എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞു. എപ്പിസോഡൊക്കെ 18 എപ്പിസോഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വീക്കെൻഡ് ലാലേട്ടൻ വരുന്ന ദിവസം കൂടി അതിന്റെ ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ കളികൾ മാറി മറിയുന്നൊരു നിമിഷങ്ങളായിരുന്നു. അതായത് ഒരുപാട് ലൈഫ് ടൈം പറയാനുള്ള ഒരുപാട് പേർ എലിയുമുണ്ട്. അതായത് ശാരീരിക ലൈഫ് കഥ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ആര്യൻ റിയാക്ട് ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ബിഗ് ബോസിലെ കോണ്ടന്റിലെ ഒരു പ്രധാനത്വമായി ചിരിച്ചു കളയുന്ന, തമാശ പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ വലിയ സംഭവമാണ് എന്ന ചിന്തയിലൂടെ ചിരിച്ചു തള്ളുന്ന ഒരു ലൈഫ് കഥയെ പറ്റിയായിരിക്കും അവരൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ലൈഫിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കഥ പറയുക എന്ന് പറയുന്നത്, നമ്മുടെ കഥ പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ ഇരുന്നത് പറയാനുള്ള അവസരം കിട്ടുമ്പോൾ അത് കേട്ടിരിക്കുക എന്നല്ലാതെ ചിരിച്ചു തള്ളാൻ ഇവർക്കാർക്കും അവകാശമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസിന്റെ ടാസ്ക് പോയിന്റുകൾ മൊത്തം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു കളിയായിരുന്നു. പിന്നെ അനീഷ് കയറി വരുന്നുണ്ട്. അനീഷിന് കണ്ടന്റ് പ്രശ്നമല്ല, ദാരിദ്ര്യ പ്രശ്നമല്ല. അനീഷ് ഒരു കണ്ടന്റ് തപ്പ് നടക്കുന്നുണ്ട്. അനീഷിന്റെ കളി നേരായ മാർഗത്തിൽ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിനെ പേടിയില്ലാതെ, ഒന്നിനെയും പേടിക്കാതെ മുന്നോട്ട് പോകാൻ ഒരേ ഒരു കണ്ടസ്റ്റൻസിനെ പറ്റൂ, അത് കോമണറാണ് എന്ന് നമ്മൾ വീണ്ടും പറയുകയാണ്. പിന്നെ അനമോൾ ഇപ്പോൾ ഇത്തിരി താഴെക്കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതകൾ, പല കാര്യങ്ങൾ പറയുന്ന രീതികളിൽ പല തെറ്റുകൾ, അതായത് നമ്മളെല്ലാവരെയും ഒന്ന് മുതിർന്നവരെയൊക്കെ ഒന്ന് ബഹുമാനിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന ഒരു സ്ട്രാറ്റജി വന്നിരുന്നു. റെസ്പെക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ആ റെസ്പെക്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഉള്ളൂ എന്നൊരു പഴയ നിയോഗം, ഒരു മെസ്സേജ്, അത് ഉണ്ടല്ലോ. അതറിയാതെ വെറുതെ പറയുമ്പോൾ റെന ഫാത്തിമ തിരിച്ചടിച്ച് ആ റാങ്ക് പോയിന്റ് വാങ്ങിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നിരവധി ടാസ്കുകളിലൊക്കെ അവരവരുടെ ഫൈറ്റും അഭിലാഷിന്റെ ഒക്കെ എനർജി പുറപ്പെടുന്നതും ഒണിയനൊക്കെ സംസാരിക്കുന്ന രീതികൾ മാറുന്നതും നമ്മൾ കണ്ടു. ഒണിയനും അഭിലാഷും ഒക്കെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒണിയൻ പറയുന്നതിലൊരു റെന ഫാത്തിമയെ ചെറുതാക്കിക്കൊണ്ട്, അത് നീ ചെറിയ പെണ്ണാണ്, നീ കിളന്ത് പെണ്ണല്ലേ എന്നല്ല പറഞ്ഞ് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരുപാട് സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ബിഗ് ബോസിൽ അനുവദിക്കാൻ പാടില്ല. ചെറുത് വലുതൊന്നുമില്ല. ബിഗ് ബോസിൽ കയറി വരുന്ന എല്ലാവരും ഒരേ ട്രാക്കിലാണ്, ഒരേ വിലയാണ്, ഒരേ വാല്യൂ ആണ്. പിന്നെ എന്ത് പറഞ്ഞാലും ഈ എവിക്ഷന്റെ കാര്യം വരുമ്പോൾ അത് നമ്മൾ എവിക്റ്റഡ് ഒരു മൊട്ടയടിക്കേണ്ട കാര്യത്തിലായാലും മിണ്ടാതിരിക്കേണ്ട കാര്യത്തിലായാലും ആര്യന് എന്തും ഏറ്റെടുക്കാൻ ഞാൻ അത് ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു ഫൂളിഷ് പ്രവൃത്തി നടത്തിയത്. അതായത് മൊട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചലഞ്ച് ഏറ്റെടുത്ത് മതി, ആ മൊട്ട അടിക്കണമെന്നൊന്നുമില്ല. പക്ഷെ വെറുതെ അങ്ങ് ഏറ്റുപിടിക്കുകയാണ്, ഞാനത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ഒരു തരംതാണ കളിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ബിഗ് ബോസിനെ കളിയാക്കി, പക്ഷെ ബിഗ് ബോസിന്റെ ഭാഗത്ത് തെറ്റോ പറ്റിപ്പോയി. അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തപ്പോ അനീഷ് അത് ഭംഗിയായി ചെയ്തു എന്നതാണ്. അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയവർക്കൊന്നും അനീഷ് പ്രതികരിച്ചില്ല, മിണ്ടാതിരുന്നു. പിന്നെ ആ ടാസ്ക് പൊട്ടിയ ശേഷം അനീഷ് പറഞ്ഞ വാക്കുകൾ നമ്മളെ മനസ്സിൽ കൊണ്ടു. ഇനിയുള്ളത് നമുക്കൊന്ന് കാണാം. ഷെയ്ത്താന്റെ ലൈഫ്
കഥ പറയുമ്പോൾ സംഭവിച്ചെന്താണ് നമുക്ക് നോക്കാം. ശൈത്യയുടെ ലൈഫ് സ്റ്റോറി ഇമോഷണൽ ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നു. ആര്യനെ നോക്കിയിട്ട് നമ്മുടെ റെന ഫാത്തിമ ചിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ചാടി വീണ് നമ്മുടെ അഭിലാഷ് ഇറങ്ങാണ്. അഭിലാഷ് ഇറങ്ങിയിട്ട് ഒരാളുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കളിയാക്കി ചിരിക്കാനാണെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റെന ഫാത്തിമ പൊട്ടിത്തെറിക്കുന്നു. അഭിലാഷ് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു. ആര്യൻ തന്നെ ചെരുപ്പൂരി അവിടേക്ക് ഒറ്റ എറിയുന്നു. 1 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രൊമോയാണ്. ശരിക്കും ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതുവരെ നമ്മുടെ ലൈവില് നടന്നിട്ടില്ല. ഞാൻ ഇതുവരെ അത് ലൈവിൽ കണ്ടിട്ടില്ല. അപ്പോ ഈവനിങ്ങിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ 2 രീതിയിലും പറയാം, 2 വശവും പറയാം. ഒന്ന്, ചിലപ്പോ ആ ഒരു ടാസ്കിന്റെ ഇടയിൽ അറിയാതെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിരിച്ചതായിരിക്കാം. ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ഒരാൾ അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും അതിൽ നോക്കി അങ്ങനെ ഇമോഷണൽ ആയിട്ട് അഭിനയിച്ച് തകർത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റോറി അവരവരുടെ എക്സ്പീരിയൻസ് ആണ്, അവരവരുടെ അനുഭവങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇമോഷണലി കണക്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് കണക്ട് ആവാം, ചിലർക്ക് കണക്ട് ആവില്ല. അപ്പൊ ചിരിച്ചു എന്നതൊരു വലിയ അപരാധമായിട്ട് കാണണമെന്നില്ല. അതൊന്ന്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഇത് പറയുന്ന സമയത്ത് ആ കുട്ടിയെ കൂടി പരിഹസിക്കുന്ന തരത്തിൽ ഒരു റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു വേദിയെ റെസ്പെക്ട് ചെയ്യാതെ പെരുമാറിയിട്ടുണ്ടാവണം. ഇപ്പൊ അറിയാതെ ഒന്ന് ചിരിച്ചു പോകുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഒരു ടാസ്ക് അവിടെ നടക്കുമ്പോ ലിസൺ ചെയ്തിരിക്കാമല്ലോ. അവര് പറയുന്നതിനെ കേട്ട് ജസ്റ്റ് കാമായിട്ടിരിക്കാം. അതിനിടയിൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചാൽ ഒരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടാസ്ക് നടക്കുമ്പോ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് കളിചിരികളുമായിട്ട് അതിൽ മൈൻഡ് ചെയ്യാതെ വേറൊരു യൂണിവേഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ അതൊരു വളരെ മോശം പ്രവൃത്തിയാണ്. എന്തായാലും നമുക്ക് ലൈവിൽ നോക്കാം, എപ്പിസോഡിൽ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പ്രൊമോയിൽ എന്തായാലും നല്ലൊരു ഫൈറ്റ് ആര്യനും അഭിലാഷും തമ്മിൽ നടക്കുന്നുണ്ട്. ആര്യനും അഭിലാഷും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ ആര്യനും ഇവനും ആര്യൻ ചെരിപ്പൂരി എറിഞ്ഞതും അഭിലാഷ് അത് പ്രതികരിച്ചതും, പക്ഷെ ഇത് പറഞ്ഞ ചിരിച്ചത് ഒരു തെറ്റല്ല. പക്ഷെ ചിരിക്കാനുള്ള ഒരു കാമായി നിൽക്കുക എന്നത് ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷെ ശൈത്യയുടെ ലൈഫ് കഥ പറയുമ്പോൾ അവിടെ ഒരു നിസ്സാരമാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം പിന്നെ എല്ലാ പറയുന്ന ലൈഫ് കഥയിലും നമുക്ക് കോണ്ടന്റ് കിട്ടണമെന്നില്ല. അതൊരു നമുക്ക് ഇമോഷനായി ആകണമെന്നുമില്ല. പക്ഷെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരും, കലാഭവൻ, സരിക, അവരൊന്നും ഒട്ടും ധൈര്യശാലികളെ അല്ല. അവർ ആർക്കൊക്കെ വേണ്ടി റിയാക്ട് ചെയ്യുന്ന മാതിരിയുള്ള സ്വഭാവങ്ങളാണ്. അവർ ശരിക്കും ബിഗ് ബോസിന് പറ്റിയൊരു മത്സരാർത്ഥിയല്ല കലാഭവൻ, സരിക എന്ന് പറഞ്ഞത്. അനുമോളൊക്കെയാണ് ഇത്രയും ബെറ്റർ. അപ്പോൾ ഓരോരോ പേരുടെയും നിലവാരങ്ങളുമൊക്കെ വളരെ ചീപ്പാണ്. അപ്പൊ ആ ചീപ്പായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് അനീഷാണ് അതിന്റെ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. അനീഷിന്റെ കളി വേറെ ലെവല് തന്നെയാണ്. അനീഷിനെ പൊളിച്ചെടുക്കാൻ നോക്കുന്നവരും അനീഷൻ കയറി വരുന്നല്ലാതെ അനീഷ് തകരുന്നില്ല. അനീഷിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. പ്രത്യേകമായ ഒരു ബിഗ് ബോസ്, ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ അനീഷിനെ ഒന്നും ചെയ്യാൻ ബിഗ് ബോസിന് പോലും പറ്റില്ല എന്നത് നമുക്ക് വാസ്തവമാണ്. ഒരു തന്ത്രശാലിയാണ് അനീഷ് എന്നത്. ധൈര്യത്തിന്റെ കാര്യത്തിലല്ല, ഒരു തന്ത്രം ഉപയോഗിക്കാനും നല്ല ഗെയിം സ്ട്രാറ്റജി ഉപയോഗിക്കാനും ഒക്കെ അനീഷിന് പറ്റും. അനീഷിന്റെ ആ ക്രെഡിബിലിറ്റി നമുക്ക് ഒരിക്കലും താഴ്ത്താൻ പറ്റില്ല. ഒരു കോമണറിന്റെ വാല്യൂ അനീഷിന് കൊടുത്തേ പറ്റും. അനീഷ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വലിച്ചു നീട്ടി പഴയതുപോലെയുള്ള ശൈലികൾ മാറ്റി പുതിയൊരു അനീഷായി മാറിയപ്പോൾ തന്നെ കോണ്ടന്റിന് വ്യത്യസ്തത വന്നു, നിലപാടുകൾ വന്നു, നിലവാരം വന്നു. അതുപോലെ തന്നെയാണ് അനുമോളുടെ കാര്യത്തിൽ. പക്ഷെ ഇപ്പൊ അനുമോളുടെ നിലവാരത്തിന് താണെങ്കിൽ നിലപാടുകളൊക്കെ ഉറച്ചു തന്നെയാണ്. അപ്പൊ ചില നിലവാരങ്ങൾ, അപ്പൊ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ കീപ് റെസ്പെക്ട്, ഐ റെസ്പെക്ട് എന്നൊക്കെയാണ്. അപ്പുറം കൊടുത്താൽ ഇപ്പുറം കിട്ടും എന്നൊക്കെയാണ് റെസ്പെക്റ്റിന്റെ വാല്യൂ. ഇത് അതുപോലെ തന്നെയാണ്. ഒരാൾ റെസ്പെക്ട് കൊടുക്കുക, അങ്ങനെ നിരവധി ടാസ്കുകളൊക്കെ ചെയ്തിരുന്നു. ചിലത് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ചിലപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. ടാസ്കുകളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. അവിടെ കോലാഹലം തന്നെയാണ്, അടിപിടി, ഇതല്ലാതെ അവിടെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം വീക്കെൻഡിൽ വന്നാൽ നിരവധി ചോദ്യങ്ങൾ ബിഗ് ബോസ് ഉന്നയിക്കുന്നുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് കുറിച്ചപ്പോൾ 100 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ളത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഓവർ എക്സ്പെക്റ്റ് ആണത്.
പക്ഷെ അവർക്ക് ഒന്നും പണിപ്പുരയിലേക്ക് കയറാൻ തന്നെ താല്പര്യമില്ലാത്ത പോലെയുള്ള രീതികൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണിപ്പുരയിൽ പോവാതെ പിന്നെ ഇങ്ങനെ ഡ്രസ്സൊക്കെ അവർ ഇടും. ഒരേ രീതിയിൽ തന്നെ നിന്നാൽ മതിയോ? പിന്നെ ഫാമിലി ഇതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓരോരാളത് വന്നിട്ട് കാര്യമില്ലല്ലോ, മൊത്തം ഫാമിലി വരണ്ടേ, എന്നാലേ രസമുള്ളൂ. അങ്ങനെയൊക്കെയാണ്. എന്താണ് ആ രീതി എന്ന് മനസ്സിലാവുന്നില്ല. കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു ബിഗ് ബോസിന്റെ ഭാഗത്ത്.